Hi friends, welcome to Commerce Bytes. I hope you people are all doing well, right? So now let's begin our journey. ഞാൻ ഇന്നലെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ നമ്മൾ ഇനി ഫോക്കസ് ചെയ്യുന്നത് NTA നെറ്റിൻ്റെ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ്. മെയിൻലി നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് പേപ്പർ 1 വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറച്ചു വിശ്വസിക്കാം, ബിലീവ് ചെയ്യാം ദാറ്റ് വി വിൽ ബി ഹെൽപ്പിംഗ് യു ടിൽ യുവർ എക്സാം. ഓക്കെ, ഈ ഒരു ജേർണി തുടങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, എല്ലാ സ്റ്റുഡൻസും യുണീക്കാണ്, ഡിഫറെൻ്റ് ആണ്. പക്ഷേ എല്ലാവർക്കും തന്നിരിക്കുന്ന ബുദ്ധിയും ബോധവും എല്ലാവർക്കും ഈക്വലായിട്ട് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന് കൂടുതൽ ബുദ്ധിയുണ്ട്, അവൻ കുറച്ചുകൂടെ കൂടുതൽ ഇൻ്റലിജൻ്റ് ആണ്, അതുകൊണ്ട് അവൻ കൂടുതൽ മാർക്ക് സെക്യൂർ ചെയ്യും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. അത് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതിലാണ് നമ്മുടെ കഴിവ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു ചിന്ത ഉണ്ടാവും, നെറ്റ് വളരെ ബുദ്ധിമുട്ടുള്ള എക്സാമാണ്, എനിക്ക് പാസ്സാവാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മൈൻഡിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് ദാറ്റ് തിങ്കിങ്. എനിക്ക് അത്രയും പറയാനുള്ളൂ. നിങ്ങളൊരു ഡബിൾ മൈൻഡഡ് ആയിട്ട് ഈ ഒരു എക്സാമിൽ പ്രിപ്പയർ ചെയ്യരുത്. നിങ്ങൾക്ക് ആകെ ഒരൊറ്റ മൈൻഡേ ഉണ്ടാവാൻ പാടുള്ളൂ, അതായത് ഒക്ടോബറിലെ ആ ഒരു എക്സാം ഞാൻ ക്രാക്ക് ചെയ്തിരിക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ റെഡിയാക്കി കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുക. നമ്മളിപ്പോൾ പേപ്പർ 1 കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് 2020 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ലേ, അത് നമുക്ക് 1 by 1 ആയിട്ട് ചെക്കൗട്ട് ചെയ്യാം. ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നോക്കിയിട്ട് എനിക്കതിൽ നിന്ന് എന്തൊക്കെ പോയിൻറ്റ്സ് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരും. അതുകൊണ്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. പിന്നെ ഞാൻ ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ വേറൊരു റീസണും കൂടി ഉണ്ട്. ഇപ്പോൾ ഞാൻ ക്വസ്റ്റ്യനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ആൻസർ ഇതാണ് എന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ സിംഗിൾ ലൈനേഴ്സിലാണ് ഞാൻ നിങ്ങൾക്കിത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷനും ഡേറ്റാസും നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് അതും സെപ്പറേറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇന്നിപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 2020 ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതായത് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കായ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സിംഗിൾ ലൈനേഴ്സിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ സിംഗിൾ ലൈനേഴ്സിലായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ആ ഓരോ ക്വസ്റ്റ്യനിലും അതിലെന്തൊക്കെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊമേഴ്സ് ബൈറ്റ്സിന് വേണ്ടി നിങ്ങളിപ്പോൾ ക്ലാസ്സിൽ ഒരു നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യില്ലേ, അതുപോലെ ഒരു ബുക്കും ഒരു പെന്നും എനിക്ക് വേണ്ടി മാറ്റിവെക്കുക. എൻ്റെ ക്ലാസ് നിങ്ങൾ എപ്പോഴൊക്കെ അറ്റൻഡ് ചെയ്യുന്നു, keep this pen and book with you and note down all the points which I am mentioning throughout the video. Okay, so moving to the first question or the first point. Teaching differs from training and conditioning in so far as it promotes. So ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടീച്ചിങ് എന്ന് പറയുന്ന ആ ടേം ട്രെയിനിങ്ങും കണ്ടീഷനും തമ്മിൽ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ടീച്ചിങ്, ട്രെയിനിങ്, കണ്ടീഷനിങ്, ഇത് മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേംസാണ്. ടീച്ചിങ് എന്ന് പറയുമ്പോൾ അവിടെ അവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഒരു കുട്ടിക്ക് വേണ്ട ആവശ്യമുള്ള ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിനാണ് അവിടെ ടീച്ചിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ ആ സ്ഥാനത്ത് ട്രെയിനിങ് ആണെങ്കിൽ നമ്മൾ ട്രെയിനിങ് എവിടെ കേട്ടിട്ടുള്ളത്, ഇപ്പോൾ വർക്ക് സ്പേസിൽ അല്ലെങ്കിൽ നമ്മളൊരു പെർട്ടിക്കുലർ ജോബിന് പോകുന്ന ടൈമിൽ നമുക്കവിടെ ട്രെയിനിങ് തരും എന്ന് പറയും. ഈ ട്രെയിനിങ് തരിക എന്ന് വെച്ചാൽ എന്താണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്കിൽ, നമ്മൾ ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യത്തിന് അവർ സ്പെസിഫിക് ആയിട്ട് നമ്മളെ ആ ഒരു കാര്യം ട്രെയിൻ ചെയ്തെടുക്കുന്നു. അതിനെയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. സോ ടീച്ചിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി, ട്രെയിനിങ് എന്തിനാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി കണ്ടീഷനിങ് എന്തിനാണ്? കണ്ടീഷനിങ് എന്ന ടേം യൂസ് ചെയ്യുന്നത് ഫോർ ബിഹേവിയർ മോഡിഫൈങ്. എന്തെങ്കിലും ഒരു ബിഹേവിയർ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടീഷനിങ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ കേരള സെറ്റിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്തവരാണ്, അല്ലെങ്കിൽ BEd ചെയ്ത് കഴിഞ്ഞവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ജസ്റ്റ് എ സിംഗിൾ എക്സാമ്പിൾ വിൽ ബി വെരി
ക്ലിയർ ഫോർ യു. ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഇവാൻ പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ അവിടെ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാണ് ഒരു ഡോഗിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഓപ്പറൻ കണ്ടീഷനിൽ ഒരു റാറ്റിന് വേണ്ടിയിട്ട് അവിടെ ഒരു കണ്ടീഷനിങ്, അവിടെ ഒരു ബിഹേവിയർ മോഡിഫയിങ് പ്രോസസ്സാണ് അവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ദിസ് ഫസ്റ്റ് പോയിൻറ്റ്, റൈറ്റ്? സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങൾ പഠിക്കുന്നുള്ളെങ്കിലും ആ ഓരോ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും അതിലെ ഓരോ ഓപ്ഷൻസും എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി, അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള മെയിൻ പോയിൻറ്റ്സ് അർത്ഥം മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പഠിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. മനസ്സിലായോ? സോ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ പറ്റുന്നത്. സോ ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ നിങ്ങളോട് ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു. മൂവിങ് ടു ദി നെക്സ്റ്റ് പോയിൻറ്റ്, ദാറ്റ് ഈസ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിട്ട് 4 ടേംസ് പറഞ്ഞിട്ടുണ്ട്. ടെസ്റ്റ്, റീടെസ്റ്റ്, ഓൾട്ടർനേറ്റ് ഫോം മെത്തേഡ്, സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ്, ഇൻ്റർറേറ്റർ മെത്തേഡ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ടേം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ ഇൻ യുവർ ബുക്ക്. നിങ്ങൾക്ക് എന്താണോ ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അത് നിങ്ങൾ നോട്ട്സിൽ എഴുതി വയ്ക്കുക. അപ്പോൾ നിങ്ങൾ റിവ്യൂ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ബുക്കും പെന്നും മസ്റ്റായിട്ട് വെക്കണം. നിങ്ങൾ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നോട്ട് എഴുതണം എന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ ഇപ്പം നമുക്കിവിടെ ഉള്ളത് 4 ടേംസാണ്. നമുക്ക് ആ 4 ടേംസിനെ പറ്റി ഒന്ന് നോക്കാം. ടെസ്റ്റ്, റീടെസ്റ്റ്, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടേമൊക്കെ ഒരു ഫെമിലിയാരിറ്റി നിങ്ങൾക്ക് തോന്നാം അല്ലേ? സോ ഫസ്റ്റ് വൺ, ടെസ്റ്റ്, റീടെസ്റ്റ്. ടെസ്റ്റ്, റീടെസ്റ്റ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റിംഗ് ദ സെയിം ടെസ്റ്റ് ടു ദ സെയിം ഗ്രൂപ്പ് അറ്റ് 2 ഡിഫറെൻറ്റ് സെഷൻ. അതായത് 2 ഡിഫറെൻറ്റ് സെഷനിലായിട്ട് സെയിം ടെസ്റ്റ് സെയിം ഗ്രൂപ്പിന് നമ്മൾ കൊടുക്കുന്നതാണ് ടെസ്റ്റ്, റീടെസ്റ്റ്. അതായത് സെയിം ഗ്രൂപ്പിന് സെയിം ടെസ്റ്റ് തന്നെ നമ്മൾ കൊടുക്കുന്നു, അതും 2 സെഷനായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ടെസ്റ്റ്, റീടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു ടേം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ എഴുതി അത് പഠിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ഫോം മെത്തേഡാണ്. ഓൾട്ടർനേറ്റ് ഫോം മെത്തേഡ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റിംഗ് 2 ഫോംസ് ഓഫ് ടെസ്റ്റ് ടു സെയിം ഗ്രൂപ്പ് അറ്റ് 2 ഡിഫറെൻറ്റ് സെഷൻ. നേരത്തെ ആ ഒരു ടേമിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? സെയിം ടെസ്റ്റ് ടു ദ സെയിം ഗ്രൂപ്പ് അറ്റ് 2 ഡിഫറെൻറ്റ് സെഷൻ എന്നാണ്. പക്ഷേ ഇവിടുത്തെ കേസ് നോക്കിയേ, 2 ഫോംസ് ഓഫ് ടെസ്റ്റ് ആണ്. 2 ഫോംസ് ഓഫ് ടെസ്റ്റ് ടു ദ സെയിം ഗ്രൂപ്പ് അറ്റ് 2 ഡിഫറെൻറ്റ് സെഷൻ എന്നുള്ളത്. സോ ഈ പോയിൻ്റാണ് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത്. ടെസ്റ്റ്, റീടെസ്റ്റിൽ സെയിം ടെസ്റ്റ് ടു ദ സെയിം ഗ്രൂപ്പ് അറ്റ് 2 ഡിഫറെൻറ്റ് സെഷൻ ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ഫോം ഓഫ് മെത്തേഡിൽ പറഞ്ഞത് administrating 2 forms of the test to same group at 2 different session എന്നാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടേം നമുക്ക് നോക്കാം, സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ്. സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡിൽ എങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ administrating the test in 1 session with 2 equivalent half of test for കോറിലേഷൻ. കോറിലേഷൻ്റെ കാര്യം മെൻഷൻ ചെയ്യുന്നത് സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡിലാണ്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റിംഗ് ദ ടെസ്റ്റ് ഇൻ 1 സെഷൻ വിത്ത് 2 ഈക്വലൻ്റ് ഹാഫ്സ് ഓഫ് ടെസ്റ്റ്. നമ്മൾ ഇത്രയും ഈ 2 എണ്ണം തൊട്ട് മുകളിലുള്ള 2 മെത്തേഡ് പറഞ്ഞത് 2 ഡിഫറെൻറ്റ് സെഷനിലാണ് കണ്ടക്ട് ചെയ്തത്. പക്ഷേ ഇത് ഒറ്റ സെഷനിലാണ് നമ്മളിത് കണ്ടക്ട് ചെയ്യുന്നത്. അതും വിത്ത് 2 ഈക്വലൻ്റ് ഹാഫ്സ് ഓഫ് ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ കോറിലേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ മൂവിങ് ടു ദ ലാസ്റ്റ് പോയിൻറ്റ്, അത് ഇൻ്റർറേറ്റർ മെത്തേഡാണ്. ഇൻ്റർറേറ്റർ മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 or more raters സ്കോർ ടു ടെസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി. ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ടു ടെസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി, അത് എങ്ങനെ? 2 or more raters ഉണ്ടാവും ടു ടെസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി. ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിക്കും, നിങ്ങൾക്ക് ഈ 4 ടേംസും അറിയില്ല എന്ന് വിചാരിക്കൂ. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ജസ്റ്റ് ചെക്ക് ഔട്ട് ദ കീവേഡ്. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സ്മാർട്ട് വർക്കാണ്,
ചേസ് ഫോർ കീവേഡ്സ്. നിങ്ങൾക്ക് ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഓരോ സെൻറ്റൻസ് ഇല്ലേ, 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ആ 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസ് വായിച്ചിട്ട് ഏതൊക്കെയാണ് കുറച്ച് ഒരു സിമിലാരിറ്റി നിങ്ങൾക്ക് തോന്നുന്നത്, ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ഇപ്പോൾ ഈ 4ാമത്തെ ടേം നോക്കിയേ, 2 or more raters score to test independently. റേറ്റേഴ്സ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആ ഒരു ടേം എന്താണെന്നാണ് ഇവർ പറയുന്നത്, ഇൻ്റർ-റേറ്റർ മെത്തേഡ്. കണ്ടോ? അപ്പോൾ ആ ഒരു സിമിലാരിറ്റി നമുക്ക് മനസ്സിലായി. സോ അപ്പോൾ തന്നെ നമുക്ക് ലോക്ക് ചെയ്യാം ഇതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ എന്നുള്ളത്. പക്ഷേ ഞാൻ പറയാം, മാച്ച് ദ ഫോളോയിങ്ങിലാണ് എപ്പോഴും കുട്ടികൾക്ക് മിസ്റ്റേക്ക് വരുന്നത്. 2 പ്രാവശ്യം റീചെക്ക് ചെയ്തതിന് മാത്രം, അത് കഴിഞ്ഞതിന് മാത്രം നിങ്ങൾ ഓപ്ഷൻസ് ലോക്ക് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓർ നെക്സ്റ്റ് പോയിന്റ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, ഫീച്ചേഴ്സ് ഓഫ് കീ ബിഹേവിയർ ഓഫ് ടീച്ചിങ്. ഇനി ഞാൻ നിങ്ങളോട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാം. നമ്മൾക്കറിയാം ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സെഷൻ എന്നാണെന്ന് അല്ലേ. സോ ഈ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സെഷനിൽ നമുക്ക് ഒരു സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരാം. അതുപോലെ തന്നെ ഇതുപോലെ തിയറിറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനും വരാം. ഇപ്പോൾ സിറ്റുവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു കുട്ടി ഇങ്ങനെ ബിഹേവ് ചെയ്തു, വാട്ട് യു വിൽ ഡു എന്നുള്ള ക്വസ്റ്റ്യനാണ് സിറ്റുവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾക്കൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ, അത് കുറച്ച് കോമൺ സെൻസോടും കുറച്ച് ലോജിക്കോടും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും മറന്നുപോയില്ല, തെറ്റിപ്പോവുകയുമില്ല. ഓക്കെ, സോ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫീച്ചർ ഓഫ് കീ ബിഹേവിയർ ഓഫ് ടീച്ചിങ് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഒരു ടീച്ചിങ്ങിൻ്റെ കീ ബിഹേവിയർ. സോ ഇതിൻ്റെ പോയിൻറ്റ്സ് നോക്കുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം ഞാനൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്തോട്ടെ. അതായത് ബിഹേവിയേഴ്സ്, അതായത് സ്പെഷ്യൽ ബിഹേവിയർ ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അതിൽ 2 ടൈപ്പ് ഓഫ് ബിഹേവിയറാണ് നമുക്കുള്ളത്, കീ ബിഹേവിയറും അതുപോലെ തന്നെ ഹെൽപ്പിംഗ് ബിഹേവിയറും. കീ ബിഹേവിയറിലെ പോയിൻറ്റ്സ് ആണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ആ പോയിൻറ്റ്സ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാവും എന്താണ് കീ ബിഹേവിയർ എന്നുള്ളത്. സോ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് കീ ബിഹേവിയർ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ലെസൺ ക്ലാരിറ്റി ആണ്. ലെസൺ ക്ലാരിറ്റി വിച്ച് ഇംപ്ലൈസ് മേക്കിംഗ് ഐഡിയാസ് ക്ലിയർ ടു ദ ലേണേഴ്സ്. ലെസൺ ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു ലെസൺ കുട്ടികൾക്ക് നല്ല ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു കൊടുക്കുന്നത്. വിച്ച് ഇംപ്ലൈസ് മേക്കിംഗ് ഐഡിയാസ് ക്ലിയർ ടു ദ ലേണേഴ്സ്. ലേണേഴ്സിന് അവരുടെ ആ ഒരു ഐഡിയാസ് നല്ല രീതിയിൽ തന്നെ ക്ലിയർ ആയിട്ട് കൊടുക്കുന്നതിനെയാണ് ലെസൺ ക്ലാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ടീച്ചർ ടാസ്ക് ഓറിയൻറ്റേഷൻ വിത്ത് ഫോക്കസ് ഓൺ ഔട്ട്കംസ് ഓഫ് ദ യൂണിറ്റ് ക്ലിയർലി ഡിഫൈൻഡ്. ഇവിടെ പറയുന്ന പോയിന്റ് എന്താണ്? ടീച്ചർ ടാസ്ക് ഓറിയൻറ്റേഷൻ. ടീച്ചറിൻ്റെ ഒരു ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്നത് വിത്ത് ഫോക്കസ് ഓൺ ദ ഔട്ട്കംസ് ഓഫ് ദ യൂണിറ്റ്സ് ക്ലിയർലി ഡിഫൈൻ. ആ ഒരു ഔട്ട്കംസ്, ആ ഒരു യൂണിറ്റിൻ്റെ ഔട്ട്കംസ് ക്ലിയർലി ഡിഫൈൻ ചെയ്യുമ്പോഴാണ് ടീച്ചർ ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ടൊരു പോയിന്റ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എൻഗേജ്മെൻറ്റ് ഇൻ ലേണിംഗ് പ്രോസസ് വിച്ച് ഇംപ്ലൈസ് ദ എമൗണ്ട് ഓഫ് ടൈം സ്റ്റുഡൻസ് ഡിവോട്ട്സ് ടു ലേണിംഗ്. സോ എൻഗേജ്മെൻറ്റ് ഇൻ ദ ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യവും നമ്മളിപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തു. സോ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? കീ ബിഹേവിയർ ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് 3 കീ പോയിൻറ്റ്സ് കിട്ടും. എന്തൊക്കെയാണ്? ലെസൺ ക്ലാരിറ്റി, ലെസനെ പറ്റി ഒരു ക്ലാരിറ്റി നമ്മൾ കൊടുക്കുന്നു. പിന്നെ ടാസ്ക് ഓറിയൻറ്റഡ്, ടാസ്ക്, ഒരു ടീച്ചറിന് ഒരു ടാസ്ക് ഉണ്ട്, അപ്പോൾ ആ ഒരു ടാസ്ക് ഓറിയൻറ്റഡിനായിരിക്കും ടീച്ചർ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്, അതായത് ഒരു ലെസൺ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. ഇനി മൂന്നാമത്തെ പോയിൻ്റ് എന്താണ്? എൻഗേജ്മെൻറ്റ് ഇൻ ലേണിംഗ് പ്രോസസ്സ്, അതായത് കുട്ടികൾ എത്രത്തോളം ലേണിങ്ങിന് വേണ്ടി അവർ ടൈം ഡിവോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻഗേജ്മെൻറ്റ്. സോ നമുക്ക് കീ ബിഹേവിയർ ഓഫ് ടീച്ചിങ്ങിൽ കിട്ടിയ 3 കീ പോയിൻറ്റ്സ്: ലെസൺ ക്ലാരിറ്റി, ടാസ്ക് ഓറിയൻറ്റഡ് ആൻഡ് എൻഗേജ്മെൻറ്റ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ കീ ബിഹേവിയറിനെ പറ്റി നമുക്ക് ഏകദേശം ഒന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഹെൽപ്പിംഗ് ബിഹേവിയർ എന്താണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ 2 ടൈപ്സ് ഓഫ് ബിഹേവിയർ ഉണ്ട് എന്നുള്ളത്. സോ അതിൽ തന്നെ ഹെൽപ്പിംഗ് ബിഹേവിയേഴ്സിൽ പോയിൻറ്റ്സ് എന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. ഹെൽപ്പിംഗ് ബിഹേവിയേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കുട്ടികളെ നമ്മൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു പോയിൻ്റാണ് ഹെൽപ്പിംഗ് ബിഹേവിയറിൽ വരുന്നത്. അപ്പോൾ ഹെൽപ്പിംഗ് ബിഹേവിയറിൽ വരുന്ന പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനിങ്, കുട്ടികളോട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് കുട്ടികൾക്കാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹെൽപ്പ്.
അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കുട്ടിക്ക് ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയാമെങ്കിൽ അവർ എഴുന്നേറ്റ് നിന്ന് ആ ഒരു ആൻസർ പറയും അല്ലേ. സോ ഇപ്പോൾ ആ കുട്ടിക്ക് അതറിയില്ലെങ്കിൽ ആ കുട്ടിക്ക് അതറിയില്ല എന്ന് അവരും മനസ്സിലായി, എനിക്കും മനസ്സിലായി, ആസ് എ ടീച്ചർ എനിക്കും മനസ്സിലായി. സോ അതൊരു ഹെൽപ്പിംഗ് ബിഹേവിയറാണ്. അതുപോലെ തന്നെയാണ് പ്രോബിംഗ് എന്ന് പറയുന്ന ടേം. പ്രോബിംഗ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കാര്യം ക്ലോസ് ആയിട്ട് നമ്മൾ എൻക്വയറി ചെയ്യുന്നു. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിങ് പോലെ തന്നെ ഒരു ടേമാണ് പ്രോബിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഫിസിക്കലി എക്സ്പ്ലോറിങ് ഇല്ലെങ്കിൽ എക്സാമിനിങ്, ഒരു കുട്ടിയെ നമ്മൾ എക്സാമിൻ ചെയ്യുന്ന ഒരു രീതിയെയാണ് പ്രോബിംഗ് എന്ന് പറയുന്നത്. സോ ഇതുപോലുള്ള ടേംസിൻ്റെ മീനിങ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം മസ്റ്റായിട്ടൊരു കാര്യമാണ്. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് സെഗ്രിഗേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഇതിൻ്റെ പോയിൻറ്റ്സ് ആണ്, ഇതെല്ലാം ഇതിൻ്റെ പോയിൻറ്റ്സ് ആണ് എന്ന്. ടോട്ടലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമുക്ക് 5 പോയിൻറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഫീച്ചർ ഓഫ് കീ ബിഹേവിയർ ഓഫ് ടീച്ചിങ് എന്നുള്ളത്. സോ കീ ബിഹേവിയറിൽ വരുന്ന കീ പോയിൻറ്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ലെസൺ ക്ലാരിറ്റി, ടീച്ചർ, ടാസ്ക് ഓറിയൻറ്റേഷൻ, എൻഗേജ്മെൻറ്റ് എന്നിങ്ങനെ 3 പോയിൻറ്റ്സ് ആണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3 പോയിൻറ്റ്സ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ സെഷൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ ബാലൻസ് വന്ന ആ ഓപ്ഷൻസാണ് ഹെൽപ്പിംഗ് ബിഹേവിയറിൻ്റെ കാറ്റഗറിയിലേക്ക് പോയത്. അതായത് നമ്മൾ കുട്ടിയെ എക്സാമിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ കുട്ടിയെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള ടൈപ്സ് ഓഫ് കീവേഡ്സ് വരുന്നതാണ് ഹെൽപ്പിംഗ് ബിഹേവിയറിൽ വരുന്നത്. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് പോയിൻറ്റ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിൻ്റ് ഇതാണ്: ഫാക്ടർ കോൺട്രിബ്യൂട്ടിംഗ് ടു ദ സ്കൂൾ ലേണിംഗ് ആസ് സോഷ്യൽ കോമ്പറ്റീറ്റൻസ്. സോഷ്യൽ കോമ്പറ്റീറ്റൻസിൽ ഒരു ഫാക്ടേഴ്സ് സ്കൂൾ ലേണിങ്ങിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത് മോട്ടിവേഷൻ, സോഷ്യൽ സ്കിൽ ആൻഡ് ഫാമിലി സപ്പോർട്ട്. ഒരു സ്കൂൾ ലേണിങ്ങിൽ നമുക്ക് വേണ്ട കുറച്ച് ഫാക്ടേഴ്സാണ് മോട്ടിവേഷൻ, അല്ലേ? ഒരു കുട്ടിക്ക് ഒരു മോട്ടിവേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ സോഷ്യൽ സ്കിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരായിട്ട് ഇടപഴകാനുള്ളൊരു സ്കിൽ, സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് നമുക്കതിനെ പറയാം. അതുപോലെ തന്നെ ഫാമിലി സപ്പോർട്ട്, ഫാമിലിയുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു സോഷ്യൽ കോമ്പറ്റീറ്റൻസ് ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മറ്റ് 2 ഓപ്ഷൻസ് ഇതെല്ലാമാണ്: ഇൻ്റലിജൻസും അതുപോലെ തന്നെ സ്പെസിഫിക് സ്കിൽ ഓഫ് എ സ്റ്റുഡൻറ്റ്. ഇൻ്റലിജൻസും അതുപോലെ തന്നെ സ്പെസിഫിക് സ്കിൽസ് ഓഫ് എ ലേണർ എന്ന് പറയുന്നത് രണ്ടും ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. ആ കുട്ടിയെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് സോഷ്യൽ കോമ്പറ്റീറ്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോയിൻ്റാണ്. അതുകൊണ്ട് തന്നെയാണ് മോട്ടിവേഷൻ, സോഷ്യൽ സ്കിൽ ആൻഡ് ഫാമിലി സപ്പോർട്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പം നമ്മൾ 4 ടോപ്പിക്സ് അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം മോർ ദാൻ 15 മിനിറ്റ്സ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. Let me check whether I can give you more points within less time. Okay, next video onwards നമ്മൾ കുറച്ച് സമയത്തിൽ തന്നെ കുറേ അധികം പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യാൻ ട്രൈ ചെയ്യാം. സോ വെയിറ്റ് ഫോർ our നെക്സ്റ്റ് വീഡിയോ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസ് ഉണ്ട്, എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെങ്കിൽ you people can definitely comment on our community tab. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ മെയിൽ അയക്കാം. commercebytes24@gmail.com എന്നുള്ളതാണ് നമ്മളുടെ ഇമെയിൽ അഡ്രസ്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇഫ് യു want you can mail us. So with this note we are concluding right now. Let's see in the next video. Till then, work hard and study well. That's it. Thank you.